തിരുവനന്തപുരം കവടിയാർ ജവഹർ നഗറിലാണ് ഈ കാണുന്ന ഒരു അപ്പാർട്ട്മെന്റ് ഉള്ളത്. ടോട്ടലായിട്ട് 1700 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു 3 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് ആണ്. നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് ജവഹർ നഗറിൽ ശിവജീസ് സഫയർ എന്ന് പറയുന്ന അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിനകത്താണ്. നമ്മൾ ശിവജിയുടെ തന്നെ തൊട്ടടുത്തായിട്ട് ഒരു പേൾ എന്ന് പറഞ്ഞൊരു അപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ടർഫൊക്കെ ആയിട്ട് കാണാൻ സാധിക്കും. ഗൂഗിൾ ചെയ്താൽ തന്നെ നമുക്ക് ഈസിലി ഈ പ്രോപ്പർട്ടി ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഫ്ലാറ്റിന് നമ്മുടെ 6th ഫ്ലോറിലാണ് വരുന്നത്. ഫ്ലാറ്റ് നമ്പർ G6 ആണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഒരു കോമൺ സ്പേസ്. ഇവിടെയായിട്ട് നമ്മുടെ ഡൈനിങ് വരും, ആ ഭാഗത്തായിട്ട് കിച്ചൺ വരും. നമുക്ക് ഈ ഒരു ലിവിങ് സ്പേസിൽ നിന്ന് അവിടേക്ക് ഒരു ബാൽക്കണിയിലേക്ക് ഒരു ആക്സസ് വരുന്നുണ്ട്. അത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാൽക്കണിയാണ്. നമുക്ക് അവിടേക്ക് ഇരിക്കാവുന്ന രീതിയിൽ വലിയൊരു ബാൽക്കണി തന്നെ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ്. സാധാരണ നമ്മുടെ ഈ ഫ്ലാറ്റിനകത്തുള്ള കിച്ചണിലൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര ഒരു കഞ്ചഷൻ ഫീലാണ്. ഇതാണെങ്കിൽ അങ്ങനെ ഒരു ഫീലൊന്നുമില്ല. നല്ലതുപോലെ തന്നെ സ്പേസ് ഒത്തിരിയധികം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസ് ആണ്. ഇങ്ങനെ ഒത്തിരിയധികം ക്ലോസ്ഡ് സ്പേസുകളുള്ള നീറ്റായിട്ടുള്ള ഒരു കിച്ചൺ സ്പേസ് ആണ്. ഇതാണ് നമ്മുടെ കിച്ചണിനോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയ കാണാം. ഇവിടെ ഒരു ബാത്റൂം സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ കോമൺ സ്പേസിൽ നിന്ന് ആക്സസ് വരുന്ന രീതിയിലുള്ള ഒരു ബാൽക്കണിയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിറ്റിയുടെ മേജറായിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമുക്കിവിടെ ഇരുന്നാൽ കാണാൻ പറ്റും കേട്ടോ. അത്രയും നല്ല ഹൃദയഭാഗത്താണ് പ്രോപ്പർട്ടി ഉള്ളത്. ഇപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കവടിയാർ എല്ലാ ഭാഗങ്ങളിലേക്ക് ഈസി ആക്സസ് ആണ് കേട്ടോ. ആ രീതിയിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. നമുക്ക് 3 ബെഡ്റൂംസ് ആണ് വരുന്നത്. ഈ ഒരു കോമൺ സ്പേസിൽ നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ വാഷ് ഏരിയ വരും. 1, 2, 3 അങ്ങനെ 3 ബെഡ്റൂംസ് ആണ് വരുന്നത്. 3 ബെഡ്റൂമിനും ബാൽക്കണി ആക്സസ് ഉണ്ട്. അതൊരു ഹൈലൈറ്റ് ആണ്. ഈ കാണുന്നത് പോലെ എല്ലാ ബെഡ്റൂമുകളും ഏകദേശം ഇതേ സൈസാണ്. വളരെ വലിയൊരു സൈസാണ്. നമുക്ക് ബെഡൊക്കെ ഇട്ടതിന് ശേഷം ചുറ്റും സ്ഥലം കണ്ടോ. എല്ലാ ബെഡ്റൂമുകളിലും ഇതുപോലെ കബോർഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. നമുക്കിതിനകത്ത് കാണുന്ന ഫർണിച്ചർ ഉൾപ്പെടെയാണ് സെയിലിനുള്ളത്. ഇതാണ് ഇതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം സിമിലർ ആണ്. സെറയുടെ ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ബെഡ്റൂമിന് വരുമ്പോൾ നമുക്കിത് ഇതുപോലെ ഒരു ബാൽക്കണി ആക്സസ് വരുന്നുണ്ട്. ഇനി നമ്മൾ കാണിച്ചതുപോലെ തന്നെ 2 ബെഡ്റൂമുകളിലൂടെ ഉണ്ട്. എല്ലാ റൂമും കാണിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അതേ രീതിയിലുള്ള റൂമാണ്. കബോർഡ് ചെയ്തിട്ടുണ്ട്, ബാത്റൂമുണ്ട്. നമുക്കൊരു വ്യത്യാസം വരുന്നത് ഈ ബെഡ്റൂമിനും തൊട്ടടുത്ത ബെഡ്റൂമിനും കൂടെ ആയിട്ട് കോമൺ ആയിട്ടൊരു ബാൽക്കണിയാണ് വരുന്നത്. ഈ ബാൽക്കണിയിൽ നമുക്കിതുപോലെ ഇരിക്കാവുന്ന രീതിയിൽ ഒരു ഇതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ ബാർ ചെയറൊക്കെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് ചായ കുടിക്കാം. ആ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും. ഉദ്ദേശിക്കുന്ന വില